വെൽക്കം ടു ഓൾ. നമ്മൾ റിഗ്രഷന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിഗ്രഷൻ എന്ന് പറയുന്നത് രണ്ട് റിഗ്രഷൻ ലൈൻസ് ആണുള്ളത്, y ഓൺ എക്സും x ഓൺ വൈയും. അതിന്റെ ഫോർമുലാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. y ഓൺ എക്സ് ആണെങ്കിൽ എന്താണ്, y മൈനസ് y ബാർ വിൽ ബി ഈക്വൽ ടു bxy ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതിനകത്ത് എന്താണ്, b കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോ ഇതിപ്പോ നമ്മൾ y ഓൺ എക്സ് ആണ്. എക്സ് ഓൺ വൈ ആണെങ്കിൽ എന്താണ് വരിക ഫോർമുല, എക്സ് മൈനസ് എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു ബി എക്സ് വൈ വിൽ ബി ഈക്വൽ ടു വൈ മൈനസ് വൈ ബാർ എന്നാണ്. അപ്പോൾ ഈ ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സിന്റെ ഒക്കെ സ്ഥാനത്ത് വൈ ആവുമെന്ന് മാത്രം. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഓഫ് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഫൈൻഡ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ്. അപ്പോൾ y ഓൺ എക്സിന്റെ റിഗ്രഷൻ ഇക്വേഷൻ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. y ഓൺ എക്സ് ആണെങ്കിൽ നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, y മൈനസ് y ബാർ വിൽ ബി ഈക്വൽ ടു by x ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, by x കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത പോലെ എന്താണ്, n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. അതാണ് എന്ത്, ബി എക്സ് എന്താണ്, y ഓൺ എക്സ് ആണ്. അപ്പൊ by x കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ഇനി നമുക്ക് എന്താണ്, ഇവിടെ എക്സും വൈയും തന്നിട്ടുണ്ട് അല്ലെ, എക്സും തന്നിട്ടുണ്ട്, വൈയുടെ എക്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്താണ്, എക്സ് 2 3 4 5 6, y എത്രയാണ് 3 5 4 8 9 തന്നിട്ടുണ്ട്. നമുക്ക് y ഓൺ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റിഗ്രഷൻ ലൈൻ y ഓൺ എക്സ് എന്ന് പറയുന്നത് എന്താ, y മൈനസ് y ബാർ ഈക്വൽ ടു by(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇനി by(x) കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. y ഓൺ എക്സ് ആവുമ്പോ റിഗ്രഷൻ കോഷ്യന്റ് by(x), y ആദ്യം. അപ്പൊ by(x) കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ y ഓൺ എക്സ് ആണ്, എക്സില് y ആണ്. അപ്പൊ നമ്മൾ x ഉപയോഗിച്ചിട്ടാണ് y കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. നമുക്ക് എന്തൊക്കെ വേണം, ഈ b കണ്ടുപിടിക്കണമെങ്കിൽ, b കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. b കണ്ടുപിടിക്കണമെങ്കിൽ x ഇൻറ്റു വൈയുടെ സിഗ്മ വേണം, x വേണം, y വേണം, എക്സ് സ്ക്വയറിന്റെ സിഗ്മ വേണം. ഇവിടെ നമുക്ക് x തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട്. നമുക്ക് x ഇൻറ്റു y വേണം. അപ്പൊ നമ്മൾ x ഇൻറ്റു y കണ്ടുപിടിക്കുക. ഇങ്ങനെ ഇതിൽ എടുത്ത് എഴുതാം, 3 2 6, i 3 15, 4 4 16, 8 5 40, 9 6 54. അപ്പൊ അങ്ങനെ xy കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സമ്മ് 131. ഇനി നമുക്ക് ഫോർമുലയിൽ എന്താ വേണ്ടത്, സിഗ്മ എക്സ് സ്ക്വയർ വേണം. അപ്പൊ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36. എക്സ് സ്ക്വയറിന്റെ സിഗ്മ എത്രയാണ്, 90. അപ്പൊ നമുക്ക് y ഓൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈയും എക്സ് സ്ക്വയറും ആണ് വേണ്ടത്. നമുക്ക് ഫോർമുല b എന്ന് പറയുന്നത് എത്രയാണ്, n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. n ഇൻറ്റു n എത്രയാണ്, എത്ര എണ്ണം തന്നത് നമുക്ക്, 5 എക്സ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ, 1 2 3 4 5. അപ്പൊ 5 ഇൻറ്റു സിഗ്മ എക്സ് വൈ, എക്സ് വൈയുടെ സിഗ്മ എത്രയാണ് 131 മൈനസ് സിഗ്മ എക്സ് ഹോൾ, സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് എത്രയാണ്, എക്സിന്റെ ടോട്ടൽ 20 ഇൻറ്റു സിഗ്മ വൈ, വൈയുടെ ടോട്ടൽ എത്ര 29 ഡിവൈഡഡ് ബൈ n എത്രയാ 5 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ 90 മൈനസ് സിഗ്മ എക്സ് 20 സ്ക്വയർ ആണ്. ഇനി വരുന്നത്, അപ്പൊ നമ്മൾ അത് എഴുതി. ഈ 5 ഇൻറ്റു 131 മൈനസ് 20 ഇൻറ്റു 29 ബൈ 5 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ 90 മൈനസ് സിഗ്മ എക്സ്
20 square will be equal to 655 minus 550 divided by 450 minus 400. Solve ചെയ്യുമ്പോൾ we will get 1.5 b യുടെ വാല്യൂ. നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ y minus y bar will be equal to byx into x minus x bar ആണ്. നമുക്കിനി byx നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1.50. നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം? x ബാറും y ബാറും കാൽക്കുലേറ്റ് ചെയ്യാം. x ബാർ എന്ന് പറഞ്ഞാൽ എന്താ? x ന്റെ മീൻ സിഗ്മ x ബൈ n എത്രയാണ്? സിഗ്മ എക്സ് 20, n 5 20 ബൈ 5 4. y ബാർ എത്രയാണ്? സിഗ്മ y 29, n എത്രയാ? 5 29 ബൈ 5 5.8 ആണ്. അപ്പൊ x ബാർ കിട്ടി. നമ്മൾ ജസ്റ്റ് ഫോർമുലയ്ക്ക് കൊടുക്കാം. y മൈനസ് y ബാർ എത്രയാ? 5.8 will be equal to ബീറ്റ ബീറ്റ അല്ല റിഗ്രഷൻ കോഷ്യന്റ് byx എത്ര കാൽക്കുലേറ്റ് ചെയ്തേക്കണേ? 1.5 into x മൈനസ് x ബാർ എന്ന് പറഞ്ഞത് 4. അപ്പൊ y മൈനസ് 5.8 will be equal to 15.x minus 6. അപ്പൊ y equal to എന്താണ്? ഈ y മൈനസ് y ബാറിനെ നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എത്രയാവും? 1.5 ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1.5x മൈനസ് 1.5 into 4 6. y minus 5.8 will be equal to 1.5x minus 6. ഇനി y എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? 1.5x minus 6. ഈ മൈനസ് 5.8 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 5.8. y ഈക്വൽ ടു ഈ 1.5x മൈനസ് 6 പ്ലസ് 5.2 5.8 എത്രയാണ്? 0.2. അപ്പൊ y ഈക്വൽ ടു 1.5x മൈനസ് 2. അതാണ് y ഓൺ എക്സിന്റെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പമാണ്. ജസ്റ്റ് എക്സും വൈയും കണ്ടുപിടിക്കുക. ആ ഫോർമുലാസ് നമ്മൾ കാണാപാഠം പഠിക്കണം എന്നുള്ള ഒരൊറ്റ ഫാക്ടർ മാത്രമാണ് ഇവിടെ ഉള്ളൂ. പിന്നെ നമുക്കത് ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നമുക്കിനി ഫ്രം ദ ഡാറ്റ ഗിവൺ ബിലോ ഫൈൻഡ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് വൈ ഓൺ എക്സ് ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് ഓൺ വൈ ആണ്. അപ്പൊ എക്സ് ആണ് കാൽക്കുലേറ്റ്. അപ്പൊ നമ്മുടെ റിഗ്രഷന്റെ എന്താണ് ഫോർമുല എന്താണ്? നമ്മള് y ഓൺ എക്സ് ആകുമ്പോൾ y മൈനസ് y ബാർ ഇൻറ്റു byx ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ നമുക്ക് എക്സ് ഓൺ വൈ ആ കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് റിഗ്രഷൻ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു bxy ഇൻറ്റു y മൈനസ് y ബാർ. അപ്പൊ നമ്മുടെ b കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇവിടെ എക്സ് ഓൺ വൈ ആണ്. നേരത്തെ y ഓൺ എക്സ് ആയപ്പോഴാണ് നമ്മൾ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ചെയ്തത്. ഇവിടെ എന്താണ്? എക്സ് ഓൺ വൈ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പൊ y എക്സ് ഓൺ വൈ ആവുമ്പോ റിഗ്രഷൻ കോഎഫിഷ്യന്റ് bxy ആണ്. അതിന്റെ ഫോർമുല n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പൊ y ഓൺ എക്സിന്റെയും എക്സ് ഓൺ വൈയുടെയും ഫോർമുല കൃത്യമായിട്ട് പഠിക്കാം. ഇവിടെ നമുക്ക് ഫോർമുല തന്നിട്ടുണ്ട്. x 56732 y 45821. നമുക്ക് പറയാം b കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഇവിടെ എക്സ് ഓൺ വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് ഇൻറ്റു വൈ എത്രയാണ്? 5 ഇൻറ്റു 4 20, 6 ഇൻറ്റു 5 30, 7 ഇൻറ്റു 8 56, 3 ഇൻറ്റു 2 6, 2 ഇൻറ്റു 1 2. ഇനി എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ എത്രയാണ്? 114 ആണ് ഇതിന്റെ ടോട്ടൽ. ഇനി y നമുക്ക് വേണ്ടത് എക്സ് ഓൺ വൈ ആണ്. സോ അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ അല്ല വൈ സ്ക്വയറിന്റെ സിഗ്മയാണ് വേണ്ടത്. അപ്പൊ വൈ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 8ന്റെ സ്ക്വയർ 64, 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1. വൈ സ്ക്വയറുടെ ടോട്ടല് 110. അപ്പൊ n ഇൻറ്റു സിഗ്മ എക്സ് വൈ എത്രയാ? 114 മൈനസ് സിഗ്മ എക്സ് എത്ര? 23 ഇൻറ്റു സിഗ്മ വൈ എത്ര? 20 ഡിവൈഡഡ് ബൈ n എത്ര? 5 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എത്ര? 110 മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ 20 സ്ക്വയർ. അപ്പൊ എന്താണ്? സോൾവ് ചെയ്യുമ്പോൾ 570 മൈനസ് 460 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 110 550 മൈനസ് 400 110 ബൈ 150 0.73 ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് എന്താ?
സിഗ്മ എക്സ് ബൈ, നമുക്ക് ഇവിടെ റിഗ്രഷൻ ഇക്വേഷൻ ഓൺ എക്സ് മൈനസ് എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു ബി എക്സ് ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എക്സ് ബാർ നമുക്ക് കണ്ടുപിടിക്കണം സിഗ്മ എക്സ് ബൈ എൻ 23/5 4.6. വൈ ബാർ സിഗ്മ വൈ മൈനസ് എൻ എത്രയാണ് 20/5. അപ്പൊ എത്രയാണ് 4. അപ്പോ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ഓൺ വൈ ആണെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ എന്താ എക്സ് മൈനസ് എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു ബി ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇവിടെ എക്സ് എത്രയാണ് എക്സ് മൈനസ് എക്സ് ബാർ നമ്മൾ എത്ര കണ്ടുപിടിച്ച സിഗ്മ എക്സ് ബൈ എൻ 4.6 വിൽ ബി ഈക്വൽ ടു ബി എത്ര കാൽക്കുലേറ്റ് ചെയ്ത് 0.73 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എത്രയാ 4 വിൽ ബി ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0.73 മൈനസ് 2.9 x minus എന്താണ് 4.6 will be 0.73 y equal to 0.73 into 4 എത്രയാണ് സോറി പോയതാണ് എന്താണ് 0.73 into 4 സോൾവ് ചെയ്യാം. അപ്പോൾ പോയിന്റിനകത്ത് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തേക്കാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ കാൽക്കുലേറ്ററിൽ കൂട്ടിയിട്ട് പറയാം. സോറി ഫോർ ദാറ്റ്. 0.73 into 4 അപ്പൊ എത്രയാണ് 2.92 വരും. അപ്പൊ x മൈനസ് 4.6 വിൽ ബി ഈക്വൽ ടു 0.73 y മൈനസ് 2.92 ആണ് വരിക. നമ്മൾ എന്ത് ചെയ്യും എക്സിനെ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. എക്സ് വിൽ ബി ഈക്വൽ ടു 0.73 y മൈനസ് 2.92. ഈ നെഗറ്റീവ് 4.6 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 4.6. അപ്പോ എന്താണ് റിഗ്രഷൻ ഇക്വേഷൻ എന്തായിരിക്കും എക്സ് വിൽ ബി ഈക്വൽ ടു 0.73 y പ്ലസ് 1.68 ആണ് വരിക. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. അപ്പോൾ എക്സ് ഓൺ വൈ ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. വൈ ഓൺ എക്സ് ആണെങ്കിൽ വൈ മൈനസ് വൈ ബാർ വിൽ ബി ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ആ ഫോർമുല കാണാപ്പാഠം പഠിക്കുക, ജസ്റ്റ് അത് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് വരിക. y on x ആണെങ്കിൽ y minus y bar will be equal to byx into x minus x bar. അപ്പൊ byx ആണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ്. അത് കാണാനുള്ള ഫോർമുല എന്താ n into sigma xy minus sigma x into sigma y divided by n into sigma x square minus sigma x whole square. ഇനി y on x ആണെങ്കിലോ x minus x bar will be equal to bxy into y minus y bar. അപ്പൊ bxy എങ്ങനെ കണ്ടുപിടിക്കുക n into xy minus sigma x into sigma y divided by n into sigma x square minus sigma y square. byx അതായത് y on x ആണെങ്കിൽ അടിയിൽ x സ്ക്വയറും സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. bxy അതായത് x on y ആണെങ്കിൽ അടിയിൽ y സ്ക്വയറും സിഗ്മ y സ്ക്വയറും. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫോർമുല കാണാപ്പാഠം പഠിക്കണം, എന്നാലും നമുക്ക് എക്സാമിന് പ്രോബ്ലം ചെയ്യാൻ പറ്റും. താങ്ക് യു.